ഇതാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുത്ത നിമിഷങ്ങളോടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഇതിനോടൊക്കെ അനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു റിപ്പോർട്ടർ ഒരു യുവാവിനോടോ യുവതിയോടോ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നയം, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. അതിന് ഒത്തിരി അഭിമാനത്തോടെ, അതിലല്പം അഹങ്കാരത്തോടെ ആ യുവാവോ യുവതിയോ ഇങ്ങനെ മറുപടി പറയുകയാണ്, എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ വോട്ട് ചെയ്യുന്നില്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല, ഞാൻ നോട്ടയ്ക്കാണ് വോട്ട് ചെയ്യുന്നത്, എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്നുള്ളതൊക്കെ. സത്യത്തിൽ എന്താണ് ഈ രാഷ്ട്രീയം? ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ഒരു കുട്ടി മഹാത്മാഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്. ബാപ്പുജി, എന്താണ് രാഷ്ട്രീയം? അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: മോനെ, നീ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഓട്ട മത്സരത്തിൽ നീ അടക്കം മൊത്തം 10 പേരാണ് മത്സരിക്കാനുള്ളത്. അതിൽ 9 പേരെയും തോൽപ്പിച്ച് നീ വിജയിക്കുകയാണ്. അങ്ങനെ വിജയിച്ചു നിന്ന് നീ സമ്മാനം വാങ്ങാനായി കാത്തു നിൽക്കുമ്പോൾ നീ വിജയിച്ചത് കൊണ്ട് മാത്രമല്ല, ബാക്കി 9 പേർ നിന്റെ കൂടെ ഓടിത്തോൽക്കാൻ ഉണ്ടായത് കൊണ്ട് കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നതിന് പേരാണ് രാഷ്ട്രീയം എന്നത്. അതെ, നാം ഇന്ന് കാണുന്ന ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്തേക്ക് അപരന് വേണ്ടി ശബ്ദമുയർത്തുന്ന, മറ്റുള്ളവരെ പരിഗണിക്കുന്ന, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വലിയ നയം, മാനം രാഷ്ട്രീയത്തിനുണ്ട് എന്നത് നാം മറന്നു പോകരുത്. ഒരു പക്ഷേ ഇന്നത്തെ നമ്മുടെ ഓരോ വോട്ടും നാളത്തെ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ, നമ്മുടെ നാടിൻ്റെ ഭാവിയെ മാറ്റി എഴുതാൻ പോലും കെൽപ്പുള്ളവയായിരിക്കാം. നന്ദി. എല്ലാവർക്കും നല്ലൊരു തിരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു. നമസ്കാരം.